ഞാൻ ഇടപെട്ടോ സലീംക? ഇടപെട്ടോ. ഞാൻ പറഞ്ഞത് 33:1 അവിടെ സർപ്പം എന്നുള്ളത് ഒരു വന്യജീവി ആയിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഈ വിഷയത്തിലേക്ക് വന്നത്. നിങ്ങൾ ഇടപെട്ടോളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് സബു ബ്രദർ ഇപ്പൊ പറഞ്ഞു ദൈവത്തെ പോലെ ആയിത്തീരും എന്ന് സർപ്പം പറഞ്ഞു അല്ലേ? അതല്ലേ സബു ബ്രദർ പറഞ്ഞത്? പറഞ്ഞോളൂ. യെസ്. അപ്പൊ ദൈവത്തെ പോലെ ആയോ? പക്ഷെ ദൈവത്തെ പോലെ ആയി എന്നാണല്ലോ ദൈവം പറഞ്ഞത്. ദൈവത്തെ പോലെ ആകും എന്ന് ഇവിടെ ഒരു ടെംപ്റ്റേഷൻ ആണ് പറയുന്നത്, ഒരു പ്രോമിസ് ആണ്. അത് ദൈവം പറഞ്ഞതാണോ? പിശാച് ഹവ്വായോട് കൊടുക്കുന്ന ഒരു പ്രോമിസ് കൊടുത്തു. പക്ഷെ ആ പ്രോമിസ് സത്യമായല്ലോ. എങ്ങനെയാണ് സത്യമായത്? കുറച്ചുകൂടെ താഴോട്ട് വായിച്ചു നോക്കിയാൽ 33 താഴോട്ട്. താങ്കൾ വായിച്ചോളൂ, വായിക്കാമെങ്കിൽ ഒന്ന് വായിച്ചോളൂ. ഉൽപ്പത്തി 3 സർപ്പം സ്ത്രീയോട് പറഞ്ഞത്, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്ന് നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞ സർപ്പം? അല്ലെ? നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ഇത് ഈ പ്രോമിസ് നടന്നിട്ടില്ലെന്നാണോ പറയുന്നത് സബു ബ്രദർ? നന്മയും തിന്മയും അറിഞ്ഞ് ദൈവത്തെ പോലെ ആയില്ല എന്നാണോ? ദൈവത്തെ പോലെ ആയിട്ടില്ല, നന്മയും തിന്മയും അറിഞ്ഞു എന്നുള്ളത് ശരിയാണ്. അതോടുകൂടിയാണ് അവർക്ക് നഗ്നരായിട്ട് തോന്നിയതായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവമാകുമെന്നുള്ള നന്മയും തിന്മയും അറിഞ്ഞ് ദൈവത്തെ പോലെ ആയിട്ടില്ല. ദൈവത്തെ പോലെ ആയിട്ടില്ല. ശരി, കുറച്ച് താഴോട്ട് വരുമ്പോ 22-ാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കേ. അനന്തരം അവിടുന്ന് പറഞ്ഞു മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. കർത്താവ് പറഞ്ഞതാ, ദൈവം പറഞ്ഞ. അപ്പൊ ദൈവത്തെ പോലെ ആയോ? അതിന്റെ ഇന്റർപ്രിട്ടേഷന് ഒന്ന് താങ്കൾക്ക് വായിക്കാമോ? ദൈവമാകുക എന്ന് അവിടെ സംഭവിച്ചിട്ടില്ല. അവിടെ സംഭവിച്ചിരിക്കുന്നത് ഫോളൻ നേച്ചറാണ്. മനുഷ്യന്റെ ആ ഫോളൻ നേച്ചർ സംഭവിച്ചു എന്നുള്ളതാണ്. നന്മയും തിന്മയും അറിഞ്ഞതോടുകൂടി അവർ നഗ്നരായി തീർന്നു. ദൈവമായെന്നോ ദൈവത്തെ പോലെ ആയി തീർന്നോ എന്ന് അവിടെ തുടർന്ന് ഇങ്ങോട്ട് വരുന്നിടത്ത് എവിടെയെങ്കിലും സംഭവിച്ചതായിട്ട് പറയുന്നുണ്ടോ? 22-ാമത്തെ വചനം ഞാൻ വായിച്ചത് എങ്ങനെയാണ്? 22-ാമത്തെ വചനം, അനന്തരം അവിടുന്ന് പറഞ്ഞു, അഥവാ കർത്താവ് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയി തീർന്നിരിക്കുന്നു. അപ്പൊ അതിനകത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. നന്മയും തിന്മയും അറിയാനുള്ള അവരുടെ എബിലിറ്റി, അതാ ദൈവത്തിന്റെ ക്വാളിഫിക്കേഷൻ എല്ലാം ഇവർക്ക് കിട്ടിയെന്നൊരു ഇംപ്ലിക്കേഷൻ അവിടെ ഉണ്ടോ? അങ്ങനെ പിന്നീട് വരുന്ന അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇറ്റ് ഡസന്റ് സേ ദൈവം. സർപ്പം കൊടുത്ത പ്രോമിസ് എന്തായിരുന്നു? നന്മയും തിന്മയും അറിഞ്ഞ് ദൈവത്തെ പോലെ ആയിത്തീരുന്നല്ലേ? സർപ്പം കൊടുത്ത പ്രോമിസ് എന്തായിരുന്നു? നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നാണ് പ്രോമിസ് കൊടുത്തത്. ദൈവം പറഞ്ഞ എന്താ? നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയി. അവിടെ രണ്ടിടത്തും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ബ്രദറെ, ആ ക്യാരക്ടർ നന്മയും തിന്മയും അറിയുവാനുള്ള, ഐഡന്റിഫൈ ചെയ്യുവാനുള്ള ആ ക്വാളിറ്റിയെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ദൈവത്തിന്റെ സർവജ്ഞനും സർവ്വവ്യാപിയും സർവജ്ഞനുമായ ദൈവമായി മാറി അവിടെ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ടോ? അങ്ങനെ മനസ്സിലാകുന്നുണ്ടോ ബ്രദറിന്? അങ്ങനെയല്ലോ സർപ്പം പ്രോമിസ് കൊടുത്തത്. പ്രോമിസ് കൊടുത്തത് നന്മയും തിന്മയും അറിയുവാനുള്ള എബിലിറ്റി ഉണ്ടാകുമെന്നാണ്. അത് തന്നെയാണ് ദൈവം പറഞ്ഞത്. ആ എബിലിറ്റി അതുവരെ ദൈവത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഇവർക്ക് കിട്ടി എന്നാണ് അവിടെ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ? അല്ല, അപ്പൊ സർപ്പം കൊടുത്ത പ്രോമിസ് ഫേക്ക് ആണോ ട്രൂത്ത് ആണോ? ആ അർത്ഥത്തില് കറക്റ്റ് ആണ്. നന്മയും തിന്മയും അറിയുവാനുള്ളതായ എബിലിറ്റി അവർക്ക് കിട്ടുമെന്നുള്ള അത് ദൈവം പറഞ്ഞതുപോലെ തന്നെ രണ്ടിടത്തും അത് ട്രൂ ആയിട്ടാണ് ഞാൻ കാണുന്നത്. നന്മയും തിന്മയും അറിഞ്ഞ് ദൈവത്തെ പോലെ ആയി എന്ന് പറഞ്ഞ സർപ്പം പറഞ്ഞ ഈ പറഞ്ഞ എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്.
കറക്റ്റ് ആണ്. ഇൻ ദാറ്റ് സെൻസ് കറക്റ്റ്. യെസ്. അപ്പൊ സർപ്പം കളവ് പറഞ്ഞിട്ടില്ലല്ലോ. കളവ് പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ അവർ മനസ്സിലാക്കിയത് ദൈവത്തെ പോലെ ആകുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവർക്ക് കിട്ടുമെന്ന് അവർക്ക് ഒരു പക്ഷേ ധരിച്ചു കാണുമായിരിക്കും. സർവ്വജനും സർവ്വവ്യാപിയും സർവ്വജനുമായ ദൈവമായി മാറുമോ എന്ന് ഒരു പക്ഷെങ്കിൽ അവർ ആഗ്രഹിച്ചോ എന്ന് വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ദൈവവും ഇല്ല, അങ്ങനെയല്ല. നമ്മൾ ഇവിടുത്തെ കണ്ടൻഷൻ എന്തായിരുന്നു? സർപ്പത്തെ കുറിച്ച് യേശു പറഞ്ഞ എന്താണ്? സാത്താൻ ആദ്യം മുതൽ കളവും കളവിന്റെ അപ്പനുമാണ്, അല്ലെ? ആദ്യം മുതൽ കളവ് പറയുന്നവനും കളവിന്റെ അപ്പനുമാണ്. ഇപ്പൊ സാബു ബ്രദർ പറയുന്നത് സാത്താൻ പറഞ്ഞ ആ കാര്യം സത്യമാണെന്നാണ്. അപ്പോ അനുവദിച്ച ഒരു കാര്യമല്ല ആരംഭത്തിൽ സംഭവിച്ചത്. കാരണം അവർക്ക് ആ നന്മതിന്മയുടെ ഇത് അറിയുന്നത് വരെ അവർക്ക് ലജ്ഞരായിട്ട് അവർ തോന്നിയിരുന്നില്ല. ആ ഭാഗമാണ് സാത്താൻ അവരെ വഞ്ചിച്ചത് എന്നുള്ളതാണ് ഞാൻ അതിനകത്ത്. ചോദിക്കുന്നത്, നന്മയും തിന്മയും അറിഞ്ഞ് ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞത് കളവല്ല, സത്യമാണ്. അതിന്റെ ഒരു ആസ്പെക്ട് മാത്രമേ അവിടെ ശരിയാകുന്നുള്ളൂ. ദൈവത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുമെന്നാണ് അവർ ഉദ്ദേശിച്ചെങ്കിൽ അതവിടെ നടന്നിട്ടില്ല. ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. ദാറ്റ് വാസ് എ ലൈ. അവരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അതിനകത്ത് ആദമോ ഹവ്വയും അങ്ങനെ പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ദൈവത്തെ പോലെ സമ്പൂർണമായി ആയിത്തീരുന്നു, നന്മയും തിന്മയും അറിഞ്ഞ് ദൈവത്തെ പോലെ ആകും എന്നായിരുന്നു സർപ്പം കൊടുത്ത പ്രോമിസ്. ആ പ്രോമിസ് അവിടെ നിറവേറി. ഓക്കെ, അതിനെ മറ്റു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നവരും ഉണ്ട്. കാരണം ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സും അതോടൊപ്പം അവർക്ക് കിട്ടുമെന്നുള്ളതായ ആ പ്രൈഡ് അവർക്കുണ്ടായിരുന്നു എന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ഐ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് യു നോ ദാറ്റ്. പക്ഷെ അവിടെ അങ്ങനെ ആരാ ഇന്റർപ്രറ്റ് അറിയില്ല. പക്ഷെ ആ പാസേജ് മുഴുവൻ വായിച്ചാൽ, അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ കിട്ടില്ല. കാരണം അവരങ്ങനെ എക്സ്പെക്ട് ചെയ്തു. കാരണം ഇവർക്ക് സർപ്പം കൊടുക്കുന്ന പ്രോമിസ് നന്മ തിന്മകളെ അറിഞ്ഞ് ദൈവത്തെ പോലെ ആകുമെന്ന്. ആ പ്രോമിസ് നിറവേറിയെന്ന് ദൈവം തന്നെ പറയുന്നു. നന്മ തിന്മകളെ അറിഞ്ഞ് അവർ നമ്മിൽ ഒരുവനെ പോലെ ആയി. അവിടുത്തെ മെയിൻ തിയോളജി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യൻ ചർച്ചിന്റെ വ്യൂവ്, മനുഷ്യന് പാപം ചെയ്യാനുള്ളത്, റൈറ്റ് ആൻഡ് റോങ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഇത് അവിടെ സംഭവിച്ചു. അതോടുകൂടിയാണ് ഫോളൻ നേച്ചറിലേക്ക് മനുഷ്യൻ വരുന്നതെന്നുള്ളതാണ് അതിനകത്തെ മെയിനായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ നന്മ തിന്മകളെ അറിയാനുള്ള അറിവ് അവനില്ല. ഇത് പഴം കഴിക്കുന്നത് വരെ, പഴം കഴിക്കുന്നത് വരെ എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് അവൻ അറിയില്ല. ഇല്ല, ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ പഴം തിന്നതിൽ അവൻ എങ്ങനെ കുറ്റക്കാരനാകും? ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. പക്ഷെങ്കില് ദൈവം ആദാമിനും ഹവ്വായോടും പറഞ്ഞിരുന്നോ ഇത് കഴിക്കരുതെന്ന്? ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ്. പറഞ്ഞിരുന്നു. അപ്പൊ ആ കമാൻഡ്മെന്റിനെ വയലേറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് ഇവിടെ ആരാണ്? സാത്താനാണ്. അപ്പം മനുഷ്യന് റൈറ്റും റോങ്ങും എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഫ്രം ഡേ 1 തന്നെ ദൈവം മനുഷ്യന് കൊടുത്തിരുന്നു. അല്ല, സ്വാതന്ത്ര്യത്തിലേക്ക് മുമ്പ് എന്താണ് റൈറ്റ് എന്താണ് റോങ് എന്ന് മനുഷ്യന് അറിയില്ലല്ലോ. അറിയില്ല. അറിയാത്തൊരു കാര്യത്തിൽ പിന്നെ സ്വാതന്ത്ര്യം വരുന്നില്ലല്ലോ. യു ആർ റൈറ്റ്. യു ക്യാൻ ചോദിക്കുന്നത്, ആ നന്മയും തിന്മയും അറിയാത്ത മനുഷ്യനോട് നീ അത് കഴിച്ചില്ലെങ്കിൽ തിന്മയാണെന്നും കഴിച്ചില്ലെങ്കിൽ നന്മയാണെന്നും കഴിച്ചാൽ തിന്മയാണെന്നും ഉള്ള അറിവ് എങ്ങനെ കിട്ടി? ഓക്കെ, സ്വാതന്ത്ര്യം മനുഷ്യന് ഡേ 1 ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചർച്ചിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ളതായ ഇത് ഡേ 1 ചെയ്യണമെങ്കിൽ എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് അറിയില്ലല്ലോ. അറിയില്ല. അത് അറിയിക്കാനാണ് പിശാച് വന്ന് ടെംപ്റ്റ് ചെയ്തത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ടെംപ്റ്റേഷൻ വരുന്നത് എപ്പോഴാണ്? ഒരു കാര്യം നന്മയും തിന്മയും അറിയുന്ന ഒരവസ്ഥയിലാണ് ടെംപ്റ്റേഷൻ വരിക, അല്ലെ? ഒരു മോഷണം എന്നത് നമുക്ക് തെറ്റാണെന്ന് അറിയാം. അപ്പോ നല്ലൊരു വസ്തു കാണുമ്പോൾ മോഷ്ടിക്കണമെന്ന് തോന്നുന്ന ടെംപ്റ്റേഷൻ വരുന്നത് നമുക്ക് ഓൾറെഡി അതിൽ നന്മയും തിന്മയും എന്താണെന്ന് അറിയാം. ഇത് നന്മയും തിന്മയും എന്താണെന്ന് അറിയാത്ത ഒരു മനുഷ്യനോട് ഒരു ടെംപ്റ്റേഷൻ കൊണ്ട് അവൻ പാപിയാകുന്ന എങ്ങനെ? വെൽ, യു ക്യാൻ ഇന്റർപ്രറ്റ് ദാറ്റ് വേ. കാരണം ഈ നടുക്കുള്ള വൃക്ഷം എന്നവിടെ നോട്ട് ചെയ്തത് അവിടെ ഡേ 1 തന്നെ ദൈവം
അവിടെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അത് കഴിക്കാനും കഴിക്കാതിരിക്കാനുമുള്ള അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ഒരു പഴം വെച്ചിട്ട് നീ അത് മാത്രം കഴിക്കരുതേ എന്ന് പറയുമ്പോൾ ടെംപ്റ്റേഷൻ കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പ് തന്നെ അത് കഴിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ഓൾറെഡി ഡേ 1 തന്നെ ദൈവം കൊടുത്തിരുന്നു എന്നല്ലേ നമ്മൾ അതിനകത്തൊന്ന് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറയുന്നത് നിങ്ങൾ ഇല്ലെന്നാ പറഞ്ഞു, നന്മയും തിന്മയും അറിയില്ല. ഐ ഹോപ്പ് യു ഡോണ്ട് മിസ്അണ്ടർസ്റ്റുഡ് മീ. കാരണം ഡേ 1 ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്വാതന്ത്ര്യം ഡേ 1 തന്നെ ഉണ്ട്. ഐ ഡോണ്ട് നോ യു മിസ്അണ്ടർസ്റ്റുഡ്. ഞാൻ ചോദിക്കുന്ന അതല്ല, സ്വാതന്ത്ര്യത്തിന് മുമ്പ് നന്മ എന്ത് തിന്മ എന്ത് എന്ന് അറിയുന്ന ആൾക്കല്ലേ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്. ഇത് അറിയില്ലല്ലോ. അറിയാത്ത നന്മ എന്താണ്, എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് അറിയാത്ത ഒരാളെ സംബന്ധിച്ചുള്ള എന്താണ് സ്വാതന്ത്ര്യം, എന്തിനു സ്വാതന്ത്ര്യം കൊടുക്കണം? നന്മയും തിന്മയും രണ്ട് പാതകൾ, രണ്ട് നന്മയും തിന്മ, ഇത് നന്മ ഇത് തിന്മ എന്ന് പഠിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് സ്വാതന്ത്ര്യം കൊടുക്കുക. യു ക്യാൻ ചൂസ് വാട്ട് എവർ യു വോണ്ട്, അല്ലേ? വെൽ, അതിന്റെ ഒരു പ്രീ കണ്ടീഷൻ അല്ലേ ബ്രദറെ ഇത്? കാരണം ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ്, ഈ ഡിസൊബീഡിയൻസ് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് നന്മയും. കാരണം ഈ പഴം കഴിച്ചതല്ല പ്രശ്നം. പഴം കഴിച്ചപ്പോൾ ഈ നന്മയും തിന്മയും എന്താണെന്ന് അറിയുവാനുള്ളതായ എബിലിറ്റി അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് പ്രശ്നം. കാരണം അത് കഴിക്കരുതെന്ന്, കഴിക്കാനും കഴിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം പഴം കഴിച്ചതിന് ശേഷമാണ് നന്മയും തിന്മയും അറിയാനുള്ള എബിലിറ്റി അവർക്ക് കിട്ടിയത്. അതിനുള്ള അവർക്കില്ല. ആ ഇല്ലാത്തൊരു സമയത്തിൽ എന്താണ് സ്വാതന്ത്ര്യം? ആ സ്വാതന്ത്ര്യം ഇത് കഴിക്കരുത് എന്നുള്ളതാണ്. കാരണം അവിടെ നന്മയും തിന്മയും വരുന്നില്ല. ഈ പഴത്തെ കഴിച്ചില്ലെങ്കിൽ നന്മയാണ്, കഴിച്ചാൽ തിന്മയാണെന്നുള്ള അറിവ് അവർക്കില്ലല്ലോ. അങ്ങനെ അവിടെ പറയുന്നില്ലല്ലോ. അവിടെ അത് നന്മയും തിന്മയും ആണെന്ന് ദൈവം അവിടെ പറയുന്നുണ്ടോ? കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതുമാണ് നന്മയും തിന്മയും എന്ന് അവിടെ പഴം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാത്തതല്ലേ പാപം? ഓക്കെ, അത് ലേറ്റർ സ്റ്റേജിലാണ് പറയുന്നത്. ഇവിടെ ആരംഭത്തിൽ കൊടുത്തിരിക്കുന്നതായ കൊടുത്തിരിക്കുന്ന കൽപ്പന എന്ന് പറയുന്നത് നീ ഇത് കഴിച്ചാൽ ആണ് പിന്നീട് അടുത്ത സ്റ്റെപ്പാണ് നന്മയും തിന്മയിലേക്ക് വരുന്നത്. അല്ലാതെ ആ കഴിക്കുന്ന പ്രോസസ്സിനെ അല്ലല്ലോ അവിടെ. സഹോദരൻ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കഴിക്കരുത്, നന്മയും തിന്മയും എന്താണെന്ന് അവർക്ക്, എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് അവർക്കറിയില്ല. ഓക്കെ, അവിടെ ഒരു കണ്ടീഷൻ കൊടുത്തു, ഇത് കഴിക്കരുതെന്ന് കൊടുത്തു. ഓക്കെ, ഈ നന്മയും തിന്മയും എന്താണെന്ന് അറിയാത്ത, അത് പ്രോഗ്രാം ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയിൽ ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ, ഓക്കെ, എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് അവർക്കറിയില്ല. ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിക്കാതിരിക്കുന്നതാണ് നന്മ എന്നും കഴിച്ചാൽ തിന്മയാണെന്ന് അവർക്കറിയില്ലല്ലോ. അവർക്കറിയില്ല. ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് ഈവിൾ എന്ന് അവർക്കറിയില്ല. ഇവിടെ ഒരു ഇത് എന്താണ് ഗുഡ് എന്താണ് ഈവിൾ എന്ന് അവർക്കറിയില്ല. അവർക്ക് അതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ആകെ ഒരു കമാൻഡിങ് ഓർഡർ ഉള്ളത് കഴിക്കരുത്. ഓക്കെ, ഇത് കഴിക്കരുത് എന്നുള്ള ഓർഡർ ഉള്ളപ്പോ ഇത് കഴിച്ചാൽ തിന്മയാണെന്നും കഴിക്കാതിരുന്നാൽ പാപമാണെന്നും, അവിടുന്ന് കഴിച്ചാൽ അത് പാപമാണെന്നും കഴിക്കാതിരുന്നാൽ നന്മയാണെന്നും അവർക്ക് എങ്ങനെ അറിയും? അവർക്ക് അതിനെക്കുറിച്ച് നന്മയും തിന്മയും എന്താണെന്ന് അറിയില്ലല്ലോ. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഡേ 1 നന്മ തിന്മ എന്നുള്ളത് അങ്ങോട്ട് നമുക്ക് ഒരു സെക്കൻഡ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ ഒരു പറയുന്ന കൽപ്പന ഒരു ഒബീഡിയൻസ്, സ്വാതന്ത്ര്യത്തിൽ നിനക്ക് ചൂസ് ചെയ്യാൻ, അത് നന്മ ഇത് കഴിക്കുന്നത് ആണോ നന്മയും തിന്മയും, അത് ഡിസൊബീഡിയൻസ് ആണ്. ആ ഒരു ഡെഫിനേഷനിലല്ലേ വരുന്നത്. അത് കഴിഞ്ഞാണ് ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളൊരു ഒരു പ്രോഗ്രാംഡ് ഒരു ക്രിയേറ്റർ എടുക്കാം. നമ്മളൊരു സാധനത്തെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, വി ഡിഡ് നോട്ട് പ്രോഗ്രാം, നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടില്ല അതിൽ എന്താണ് പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പ്ലഗ് പോയിന്റിൽ നിങ്ങൾ കൈ വെക്കരുത് എന്നാണ്. ഒരു ഒറ്റ കാര്യം പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ. അത് പോയി പ്ലഗിൽ കൈ വെച്ചു. പക്ഷെ ഇതിനറിയില്ല, ഡസന്റ് നോ വാട്ട് ഈസ് പോസിറ്റീവ് വാട്ട് ഈസ് നെഗറ്റീവ് എന്ന് അറിയില്ല. അതിൽ വെച്ചത് കൊണ്ട് കറണ്ട് അടിച്ചു. അപ്പൊ പിന്നെ ഈ വെച്ച ആളെങ്ങനെ പാപിയാവും, കുറ്റക്കാരനാകും. കാരണം എന്താണ് നേരത്തെ തന്നെ എന്താണ് നന്മ എന്താണ് തിന്മ എന്നറിയില്ല. അയാളുടെ മുമ്പിലേക്ക് ആകെ ഉള്ളൊരു കമാൻഡ് ഇത് കഴിക്കരുതെന്നാണ്. കഴിക്കാതിരുന്നാൽ നന്മയാണെന്നും കഴിച്ചാൽ തിന്മയാണെന്നുള്ള കാര്യം അവർക്കറിയില്ല. അപ്പൊ പിന്നെ ഇത് കഴിച്ചാൽ അവർ പാപി, ഈ പഴത്തിന്റെ പേരിൽ അവർ പാപിയാകുന്ന എങ്ങനെ? കഴിച്ചതിന്റെ പേരിൽ. ഓക്കെ, ഈ പഴം സൃഷ്ടിച്ച സമയത്ത് ഒബീഡിയൻസ് ആൻഡ് ഡിസൊബീഡിയൻസ് സ്വാതന്ത്ര്യത്തിലല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് കഴിച്ചത്
നേക്കാൾ ഉപരി അവിടെ മുതലാണ് നന്മയും തിന്മയും അറിയുവാനുള്ള എബിലിറ്റി അവർക്ക് ലഭിക്കുന്നത്. അത് കഴിഞ്ഞാണ് പാപാവസ്ഥ വരുന്നത്. അല്ലാതെ ആ കഴിച്ച അവസ്ഥയ്ക്കാണോ പാപം എന്ന് പറയുന്നത്? കാരണം അത് ഡിസൊബീഡിയൻസ് ആണ്. അവിടെ അങ്ങനെയാണെങ്കിൽ നന്മയും തിന്മയും തിരിച്ചറിയുക എന്നുള്ളത് പാപമായ കർമ്മമാണോ? ആണോ? അല്ലല്ല, അത് ദാറ്റ് ഈസ് കറക്റ്റ്. അത് അപ്പൊ നന്മയും തിന്മയും അറിഞ്ഞ് ദൈവത്തെ പോലെ ആയാൽ നല്ല കാര്യമല്ലേ? അതിന്റെ പേരിൽ പിന്നെ എങ്ങനെ പാപിയാകും? ഓക്കെ, തിന്മ എന്ന് പറയുന്ന ഒരു സൈഡ് എന്താണെന്ന് നമുക്കറിയത്തില്ല എങ്കിൽ തിന്മ ചെയ്യുന്ന ഒരാൾക്ക് തിന്മയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? യു ഡോണ്ട് ഈവൻ നോ വ്യഭിചാരം എന്ന് പറയുന്നത് തെറ്റാണെന്നുള്ളത് താങ്കൾക്ക് അറിയില്ല. അതൊരു ലോ അങ്ങനെ ഒരു ലോ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു ലോ കൊടുത്തിട്ടില്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് താങ്കൾ എങ്ങനെ അറിയുന്നത്? കറക്റ്റ്. ഇപ്പോഴാണ് ഞാൻ സാബ് പറഞ്ഞ നമ്മുടെ പോയിന്റോട് വന്നത്. അതായത് നന്മയും തിന്മയും എന്താണെന്ന് അറിയില്ല. അപ്പൊ പിന്നെ ഈ പഴം കഴിച്ചത് കൊണ്ട് എങ്ങനെയാണ് അത് തിന്മയാവുക? ഇപ്പൊ കറക്റ്റ് സാബ് പറഞ്ഞ കറക്റ്റ് പോലെ വ്യഭിചാരം എന്താണ്, തിന്മയാണെന്നോ നന്മയാണെന്നോ അയാൾക്ക് അറിയില്ല. അയാൾ വ്യഭിചാരം ചെയ്താൽ തിന്മയാണെന്ന് നമ്മൾ എങ്ങനെ പറയുക? അതേപോലെ നന്മയും തിന്മയും എന്താണെന്ന് ആദമിനും ഹവ്വയ്ക്കും അറിയില്ല. അപ്പൊ ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇത് ലാംഗ്വേജിന്റെ ഒരു ഇഷ്യൂ ആണോ എന്ന് അറിയത്തില്ല. പക്ഷേ നന്മയും തിന്മയും എന്നുള്ളത് ഒരു സൈഡിലോട്ട് താങ്കളൊന്നും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ സൃഷ്ടിച്ചിട്ട് ഒരു പർട്ടിക്കുലർ പഴം കഴിക്കരുത്, കഴിച്ചാൽ നന്മയും തിന്മയും മനസ്സിലാക്കാനുള്ള എബിലിറ്റി നിനക്ക് കിട്ടുമെന്നാണ് പറയുന്നത്, അല്ലേ? സാബ് പറഞ്ഞത് എന്തിലാണ് സ്വാതന്ത്ര്യം? ഓക്കെ, സ്വാതന്ത്ര്യം എന്തിലാണ്? സ്വാതന്ത്ര്യം ദൈവം. ഓക്കെ, എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കൾ പറഞ്ഞോളൂ. അല്ല, നമ്മുടെ സ്വാതന്ത്ര്യം വരുന്നത് എപ്പോഴാണ്? നന്മയും തിന്മയും ചൂസ് ചെയ്യാനുള്ള എബിലിറ്റി വരുമ്പോഴാണ് സ്വാതന്ത്ര്യം വരിക. അതിനു മുമ്പ് എന്താണ് സ്വാതന്ത്ര്യം? ഇവിടെ നന്മയും തിന്മയും എന്താണെന്ന് അറിയില്ല, അത് ചൂസ് ചെയ്യാനുള്ള അറിവ് കിട്ടിയിട്ടില്ല, അത് എന്താണെന്ന് പോലും അറിയില്ല. അവിടെ എന്താണ് സ്വാതന്ത്ര്യം? അപ്പൊ ഓക്കെ, ദിസ് ഇസ് ഐ തിങ്ക് ഇറ്റ്സ് എ ലാംഗ്വേജ് ഇഷ്യൂ ആസ് വെൽ. കാരണം നന്മയും തിന്മയും ആ സ്റ്റെപ്പിലേക്ക് അത് ഒരു പുട്ട് ദാറ്റ് അസൈഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്. കാരണം അതിനു മുമ്പ് സ്വാതന്ത്ര്യം എന്നും കഴിക്കരുതെന്നുള്ളതായ കൽപ്പനയും കൊടുത്തിരിക്കുന്ന ആ ഭാഗം ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങ് തീരത്തില്ലേ? എന്താണ് സ്വാതന്ത്ര്യം? അവിടെയാണ് എന്താണ് അവിടെ സ്വാതന്ത്ര്യം? വാട്ട് ഈസ് ദ ഫ്രീഡം ഇൻ ദാറ്റ്? ഫ്രീഡം എന്ന ഫ്രീഡം ഓഫ് ചോയ്സ് അല്ലേ? ഫ്രീഡം ഓഫ് ചോയ്സ് ആണെങ്കിൽ അവിടെ നന്മ എന്താണെന്ന് തിന്മ എന്താണെന്ന് അറിയണം. അവിടെയല്ലേ ഫ്രീഡം ഓഫ് ചോയ്സ് വരിക. ഇവിടെ നന്മയും തിന്മയും എന്താണെന്ന് അറിയില്ല. അവിടെ എന്താണ് ഫ്രീഡം ഓഫ് ചോയ്സ്? അത് സംഭവിക്കുമെന്നല്ലേ ദൈവം അവിടെ അവർക്ക് വാൺ ചെയ്തിരിക്കുന്നത്. നീ ഇത് കഴിച്ചാൽ ഈ എബിലിറ്റി നിനക്ക് കിട്ടി ദൈവത്തെ പോലെ ആകുമെന്നാണ് അവിടെ പറയുന്നത്, അല്ലേ? അത് സർപ്പമല്ലേ പറയുന്നത്, ദൈവമല്ലല്ലോ. അത് താങ്കൾ തന്നെ വായിച്ച വാക്യത്തില് തൊട്ട് താഴെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നല്ലേ വായിച്ചിരിക്കുന്നത്, ഇല്ലേ? അതെ, സർപ്പം പറഞ്ഞ കാര്യം നടന്നു. ദൈവമല്ല പറഞ്ഞു കൊടുത്തത് നിങ്ങൾ പഴം കഴിച്ച നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് എന്നെ പോലെ ആകുന്നു. ദൈവമല്ല പറഞ്ഞു കൊടുത്തത്, സർപ്പമാണ് പറഞ്ഞു കൊടുത്തത്. ഓക്കെ, ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല. ദൈവം കഴിക്കരുത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കഴിക്കരുതെന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കാം? കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കാം താങ്കളുടെ വ്യൂവില്? അല്ല, അതാ ചോദിച്ചത്. നിങ്ങൾ കഴിക്കരുത് എന്നൊരു നിയമം അവിടെ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അവിടെ എന്താണ് ഫ്രീഡം ഓഫ് ചോയ്സ് എന്നാ ചോദിക്കുന്നത്? എന്താണ് ഫ്രീഡം ഓഫ് ചോയ്സ്? നന്മയും തിന്മയും എന്താണെന്ന് അവർക്കറിയില്ല. എന്താണ് നന്മ എന്താണ് തിന്മ എന്നറിയില്ല. ഈ കൽപ്പന ഫോളോ ചെയ്താൽ എന്താണ് പ്രശ്നം എന്നറിയില്ല. ഇവർക്ക് ആകെ അറിയത് കഴിക്കരുത്. ഈ കഴിച്ചാൽ എന്ത് സംഭവിക്കും? സർപ്പമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് സർപ്പമാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നന്മ തിന്മകളെ അറിയാൻ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവമല്ല പറഞ്ഞു കൊടുത്തത്. അവിടെ എന്താണ് ഫ്രീഡം ഓഫ് ചോയ്സ്? എന്താണ് ഫ്രീഡം ഓഫ് ചോയ്സ്? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവം ആദ്യം പറഞ്ഞ കൽപ്പന തന്നെയാണ് ഫ്രീഡം ഓഫ് ചോയ്സ്. കാരണം നീ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ യു നോട്ട് സപ്പോസ് ടു ടച്ച് ദാറ്റ്. അതൊരു കൽപ്പനയാണ്, അതൊരു ഒബീഡിയൻസ് ഇഷ്യൂ ആണ്. ബാക്കി കാര്യങ്ങൾ പിശാചാണ് അതിന് എതിരായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നത്. സോ ദാറ്റ് ഈസ് കമാൻഡ് ഫ്രം ഗോഡ്. അതിന് ഓപ്പോസിറ്റ് പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഇവിടെ പഴം കഴിച്ചത് കൊണ്ട് നന്മ തിന്മകളെ അറിയാൻ ഇപ്പോൾ ഉള്ള സകല മനുഷ്യർക്കും നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള അറിവ് ലഭിക്കുമെന്ന അറിവ് പറഞ്ഞു കൊടുത്ത സർപ്പമാണ് ആസ് പെർ ബൈബിൾ, അല്ലേ? പക്ഷേ അതിനു മുമ്പ് അതിന്റെ കൽപ്പന കൊടുത്തത് ദൈവം തന്നെയല്ലേ? ദൈവം നന്മ തിന്മ കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു കമാൻഡ്മെന്റ് കൊടുത്തിട്ടില്ല. അതാ പറഞ്ഞ കഴിക്കരുത് എന്ന് പറഞ്ഞ നിയമത്തെ കുറിച്ച് കഴിക്കരുത് എന്നൊരു നിയമം ഉണ്ടെങ്കിൽ
അവിടെ കഴിച്ചാൽ അത് തിന്മയാണെന്നും കഴിക്കാതിരുന്നാൽ നന്മയാണെന്നുള്ള അറിവ് അവർക്കില്ലല്ലോ. അവിടെ എന്താണ് ഫ്രീഡം ഓഫ് ചോയ്സ്? ഐ മീൻ വൈ ഷുഡ് യു നോ ദാറ്റ്? ദൈവം കൊടുത്തതായ ഒരു കമാൻഡ്മെന്റിൽ അത് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരുന്ന കാര്യമല്ലേ? ആദ്യത്തെ സ്റ്റെപ്പ് ഒബേ ചെയ്യാതെ എന്തിനാണ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്? ഇല്ല, അവർക്ക് അറിയില്ല നന്മയും തിന്മയും എന്താണെന്ന് അവർക്ക് അറിയില്ല. ദേ ആർ നോട്ട് പ്രോഗ്രാം ടു ദാറ്റ്. അവർക്ക് അറിയില്ല. You don't need to know that, but God said don't do it. വ്യഭിചാരം എന്താണെന്ന് നന്മയാണോ തിന്മയാണെന്ന് അറിയാത്തൊരു വ്യക്തി അയാൾ വ്യഭിചരിച്ചാൽ എങ്ങനെയാ നന്മയും തിന്മയും നമ്മൾ പറയാ? ചോദിച്ചല്ലോ. ഓക്കെ, അതാണ് യുക്തിപരമായിട്ട് ചോദ്യം. അതേ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. വ്യഭിചാരം തെറ്റാണെന്നോ നന്മയാണെന്നോ തിന്മയാണെന്നോ അറിയാത്തൊരു വ്യക്തിയോട് നീ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ വ്യഭിചരിച്ചാൽ അതെങ്ങനെ നന്മയോ തിന്മയോ നമ്മൾ ഡിസൈഡ് ചെയ്യും? ഹൗ കാൻ വി ഡിസൈഡ്? ബ്രദറെ, ഞാൻ അതാണ് പറഞ്ഞത്. ഈ വ്യഭിചാരം തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഈ പഴം കഴിച്ചപ്പോഴാണെന്ന് വ്യാഖ്യാനിച്ചാലോ? വ്യഭിചാരം ചെയ്യുന്നത് എന്റെ ചോദ്യം സിമ്പിൾ ആണ്. നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചോ? ഇറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം. അല്ലല്ല, അങ്ങനെ എടുത്താൽ കുഴപ്പമില്ല. വ്യഭിചാരം ചെയ്യുന്നത് ശരിയോ തെറ്റോ ആണോ എന്നത് നീ മനസ്സിലാക്കാൻ പോകുന്നത് നീ ഈ പഴം കഴിക്കുമ്പോഴാണ്. അത് ചെയ്യാൻ പാടില്ല എന്നാണ്. നന്മയും തിന്മയും തിരിച്ചറിയുന്ന ഒരു മോശമായ കാര്യമാണോ? ദൈവത്തിന്റെ കമാൻഡ്മെന്റില് ദൈവത്തെ പോലെ, കാരണം ഇത് ഫോളൻ നേച്ചറിലേക്ക് മനുഷ്യൻ വരികയാണ്. അത് വരാതിരിക്കാൻ വേണ്ടി ഡേ 1 ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചപ്പോൾ അവർ പാപരഹിതമായിരുന്നു. ഫോളൻ നേച്ചർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നന്മയും തിന്മയും അറിഞ്ഞ് ദൈവത്തെ പോലെ ആകുക എന്നുള്ളൊരു ഫോളൻ നേച്ചർ ആണോ? നന്മയും തിന്മയും അറിഞ്ഞ് ദൈവത്തെ പോലെ ആകുക എന്നുള്ളത് ഫോളൻ നേച്ചർ ആണോ എന്ന് ചോദിച്ചാൽ ദൈവം അത് അനുവദിച്ചിട്ടില്ല. കാരണം ഫോളൻ നേച്ചർ ആവുക, നന്മ തിന്മകളെ അറിഞ്ഞ് ദൈവത്തെ പോലെ ആകുന്നത് എങ്ങനെയാണ് ഫോളൻ നേച്ചർ ആവുക? കാരണം അവിടെ ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ വ്യഭിചാരം തെറ്റാണെന്ന് താങ്കൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അവിടെ ഒരു പാപത്തിലേക്ക് നമ്മൾ, കാരണം ഒരു കൽപ്പന ഉണ്ടെങ്കിലല്ലേ ലംഘനം വരത്തുള്ളൂ. കൽപ്പന ഇല്ലെങ്കിൽ വ്യഭിചാരം തെറ്റാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് നല്ല കാര്യമല്ലേ? അതെങ്ങനെയാണ് ഫോളൻ നേച്ചർ ആവുക? ഓക്കെ, ഇവിടെയാണ് നമ്മൾ തിയോളജിയിലേക്ക് വരേണ്ടത്. കാരണം ഒരു നിയമം കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് ലംഘനം ഇല്ല. വ്യഭിചാരം തെറ്റാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് വ്യഭിചാരം തെറ്റായിട്ട് മാറുന്നത്. വ്യഭിചാരം തെറ്റാണെന്ന് പറഞ്ഞിരുന്നില്ലായിരുന്നുവെങ്കിൽ വ്യഭിചാരം ഒരിക്കലും തെറ്റാകത്തില്ലായിരുന്നു. എന്തുകൊണ്ട്? നിയമമില്ലത്. അല്ല, അതാ ഞാൻ ചോദിച്ചത്. ഇവിടെ ഓൾറെഡി എന്താണ് തെറ്റ് എന്താണ് നന്മ എന്ന് അവർക്കറിയില്ല. അവരുടെ മുമ്പിലേക്ക് നിങ്ങൾ പഴം കഴിക്കരുതെന്ന് പറയുകയാണ്. അല്ല ബ്രദറെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭാഷയുടെ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ തെറ്റും ശരിയും മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ്. അതിനു മുമ്പ് താങ്കൾ അതിനകത്ത് കയറി ഇടപെടുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം ഈ പഴം കഴിച്ചതിന് ശേഷമല്ലേ അവർക്ക് തിരിച്ചറിവുണ്ടായത്, അല്ലേ? കറക്റ്റ് ആണ്, വളരെ കറക്റ്റ്. പഴം കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് അറിയില്ല, ദേ ഡോണ്ട് നോ, അല്ലേ? ഓക്കെ, അപ്പം പഴം കഴിക്കരുതെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ അവരോട് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് ചോദിച്ചത്? പഴം കഴിക്കരുതെന്ന് തന്നെയാണ്. കാരണം ആ പാപം ഫോളൻ നേച്ചറിലേക്ക് മനുഷ്യൻ പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നന്മയും തിന്മയെ അറിഞ്ഞ് ദൈവത്തെ പോലെ ആകുന്നത് ഫോളൻ നേച്ചറാണ്. കാരണം അതല്ലേ ഈ കഴിഞ്ഞ 6000 വർഷത്തെ ചരിത്രത്തില് ഈ ഷറിയ ലോയും മൊസായിക് ലോയും കൊടുത്തപ്പോൾ അതിന്റെ ലംഘനത്തിൽ നിന്നല്ലേ മനുഷ്യൻ ഫോളനായി പോയത്. അവർക്കത് അത് തന്നെയാണ് ബ്രദറെ, അത് തന്നെയാണ്. യു ആർ റണ്ണിങ് അവേ ഫ്രം ദ ടോപ്പിക്. നന്മയും തിന്മയും അറിഞ്ഞ് ദൈവത്തെ പോലെ ആവുക എന്നത് എങ്ങനെ ഫോളൻ നേച്ചർ ആകും? അതല്ലേ ബ്രദറെ പറഞ്ഞത്. ഈ ശരിയും തെറ്റും അറിയുക എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിലേക്ക് ദൈവം ഡോണ്ട് വാണ്ട് യു ടു ഗോ. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിയും തെറ്റും ഡിഫൈൻ ചെയ്യുകയും അവിടെ മൊസായിക് ലോയും ഷറിയ ലോയും മറ്റു ലോയും എല്ലാം വന്നിട്ട് മനുഷ്യനത് സാധ്യമല്ലാതെ വന്ന് ഫോളൻ നേച്ചറിലേക്ക് മാറുകയാണ്. അതായത് ആദ്യം കൊടുത്തതായ നിങ്ങൾ വെറുതെ ഓടി പോവാണ്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടല്ലേ ചോദിച്ചത്. ഫോളൻ എന്താണ് ഫോളൻ നേച്ചർ? ഫോളൻ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഫോളൻ നേച്ചർ ശരിയും തെറ്റും അറിയുന്ന ആ അവസ്ഥയാണ്. അല്ല, ഒരാൾക്ക് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞത് ദൈവത്തിൽ ഫോളൻ നേച്ചറാണ്. അവിടെയാണ് പ്രശ്നം. ആ സ്റ്റേജിലേക്ക് വന്നതാണ് ഫോളൻ നേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കറക്റ്റ്. ഒരാൾ ശരിയും തെറ്റും തിരിച്ചറിയുക എന്നുള്ളത് ഫോളൻ നേച്ചറാണ്. ആ സ്റ്റേജിലാണ് ഫോളൻ സ്റ്റേറ്റ് ആയിരിക്കുന്നത് ബ്രദറെ. അല്ലെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നല്ലോ. കാരണം അതിനു മുമ്പുള്ള പ്രീ സിറ്റുവേഷൻ ആണ് താങ്കൾ പറയുന്നത്. ഈ സാത്താൻ എങ്ങനെയാണ് ഫോളൻ ഏഞ്ചൽ ആയത്? എങ്ങനെയാണ് ഫോളൻ ഏഞ്ചൽ? നന്മയും തിരിച്ചറിഞ്ഞുകൊണ്ടാണ്.
fallen nature അതിനെപ്പറ്റിയുള്ള എങ്ങനെ സാത്താന് തിയറീസ് കടന്നു വന്നു? വേറൊരു സബ്ജക്റ്റ് ആണ്. അതിലേക്ക് കടക്കാൻ പോയി കഴിഞ്ഞാൽ അതും അല്ല, പ്രൈഡ് ആണ് അവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്. fallen nature? അതാണ് എന്താണ് ഈ fallen nature? പ്രൈഡ് ആണ്, പ്രൈഡ്. അപ്പൊ നന്മയും തിന്മയും തിരിച്ചറിയുക എന്നുള്ളത് പ്രൈഡ് ആണോ? പ്രൈഡിൽ ഓക്കെ, നമ്മൾ ഈ ആദാമുമായിട്ടുള്ള നന്മയും തിന്മയും തിരിച്ചറിയുക എന്നുള്ള ഇൻസൈറ്റ് അല്ലേ? ഹൗ ഇറ്റ് ക്യാൻ ബി പ്രൈഡ്? ഒരു തിരിച്ചറിവല്ലേ, ഒരു ഉൾക്കാഴ്ചയല്ലേ നന്മയും തിന്മയും തിരിച്ചറിയുക എന്നുള്ളത്? നന്മ ഏത് തിന്മ ഏതെന്നുള്ള തിരിച്ചറിവ് ലഭിക്കുക എന്നുള്ളത് ഇൻസൈറ്റ് അല്ലേ, ഒരു 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 ഉൾക്കാഴ്ചയല്ലേ? അതെങ്ങനെ ഫോളൻ നേച്ചർ ആവുക? ഈ ഓക്കെ, ഫോളൻ ഏഞ്ചൽ എങ്ങനെ ഫോളൻ നേച്ചർ ആയത്, ഫോളൻ ഏഞ്ചൽ ആയത്? ഈ ഒരു സംഭവത്തിന് ശേഷമുള്ള ചരിത്രം ബ്രദർ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാല് ഈ ദൈവവുമായിട്ടുള്ള കൽപ്പനയില് ലോ ഡിഫൈൻ ചെയ്തു. ശരിയും തെറ്റും അറിയുവാനുള്ളതായ എബിലിറ്റി അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ വീക്ക്നെസ്സില് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ അവർക്ക് ആ നിയമത്തിൽ നിൽക്കുവാനോ സാധിക്കാതെ വന്നു. അതാണ് ഫോളൻ നേച്ചർ. ദാറ്റ് ഈസ് എ പ്രോബ്ലം. താങ്കൾ ഒരു ഐഡിയൽ സിറ്റുവേഷനിലാണ് എന്നോട് പറയുന്നത്. ദൈവം പറഞ്ഞ എന്താണ്? ദൈവം പറഞ്ഞത് അവർ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മളെ പോലെ ആയിത്തീർന്നു, ഇനി നിത്യജീവന്റെ ഫലം കൂടി കഴിച്ച് സമ്പൂർണമായ ജീവിതം ലഭിച്ചു പോകരുതെന്ന് ദൈവത്തിന്റെ നിർബന്ധമല്ലേ? ദൈവത്തിനല്ലേ അതിന്റെ വാശി? ബൈബിൾ പ്രകാരം ദൈവത്തിന്റെ വാശിയാണ് ഇനി മറ്റ് ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി കഴിച്ച് സമ്പൂർണമായി ഇവിടെ വന്നു പോകരുത് എന്ന് ദൈവം അവിടെ പറയുന്നുണ്ട്. അവിടെ തന്നെ സോൾവ് ചെയ്യാവുന്ന പ്രശ്നമല്ലേ? ആ മറ്റേ ഫലം കൂടെ കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഓക്കെ, അത് വേറൊരു ദൈവം തന്നെ അവിടെ തൊട്ടടുത്ത വചനത്തെ നിങ്ങൾ വായിച്ചു നോക്കി, 23-ാമത്തെ വചനം വായിച്ചു നോക്കിയ, തൊട്ടടുത്ത വചനം 23-ാമത്തെ വചനം നിങ്ങൾ വായിച്ചു നോക്കിയേ, 22-ിനൊപ്പം ദൈവത്തെ പോലെ ഇനി അവർ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. സോ ദ സൊല്യൂഷൻ വാസ് ഓൾറെഡി there, the fruit was there. അതുകൂടി അങ്ങനല്ല ബ്രദറെ. അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറയാം, ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിലുള്ള അണ്ടർസ്റ്റാൻഡിങ് പറയാം. ആ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഇമ്മീഡിയറ്റ്ലി ദൈവം അടച്ചു പൂട്ടിയിട്ട് കുരൂപുകളെ കൊണ്ട് വാളുകൾ, മൂർച്ചയേറിയ വാളുകൾ കൊണ്ട് നിർത്തി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം കൺസേൺ എന്തായിരുന്നു? അവന് നന്മ തിന്മകളെ അറിഞ്ഞ് അവന് പ്രൈഡ്, ഫോളൻ നേച്ചർ കടന്നു വന്നു. ആ ഫോളൻ നേച്ചർ എന്ന് മാറി അവന് അമർത്യനാകാനുള്ള ഫലം അവിടെ തന്നെ ഉണ്ട്, സൊല്യൂഷൻ അവിടെ തന്നെ ഉണ്ട്. ബ്രദറിന് മനസ്സിലാകാതെ അവിടെയാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ലിസൺ, അറ്റ്ലീസ്റ്റ് ഫ്രം എ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ്, എന്തുകൊണ്ടാണ് ഈ പാപ അവസ്ഥയില് ഈ പറയുന്നതായ ജീവന്റെ വൃക്ഷം, നന്മതിന്മകളെ അറിയുന്നല്ല, ജീവന്റെ വൃക്ഷം കൊടുത്ത് അമർത്യനാക്കാത്തതിന്റെ കാരണം ഡിസൊബീഡിയന്റ് ആയിട്ടുള്ള സ്റ്റേറ്റില് ആ അമർത്യതയുള്ള ഫലം കഴിച്ചിരുന്നെങ്കിൽ അവൻ പാപാവസ്ഥയില് ജീവിതകാലം മുഴുവനും ഇരുന്നേനേയും. അപ്പൊ അത് വരാൻ പാടില്ലാത്തത് കൊണ്ട് അവന്റെ പാപാവസ്ഥയിൽ നിന്നും അവന്, അതുകൊണ്ടാണ് ക്രിസ്ത്യൻ തിയോളജിയിലെ ഈ യൂക്രിസ്റ്റിനകത്ത് അവര് കുട്ടികൾക്ക് മാമോദീസ കൊടുക്കുമ്പോൾ പാടുന്നത് ആദാം രുചി നോക്കാത്ത വൃക്ഷത്തിന്റെ ഫലം ഞാൻ നിനക്ക് തരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു കുട്ടിക്ക് ഈ ക്രിസ്ത്യൻ തിയോളജിയില്. അപ്പൊ ആദാം രുചി നോക്കാത്ത ആ അമർത്യനായ ഭക്ഷണത്തിന്റെ ഫലമാണ് ഈ കുട്ടിയുടെ ഇത് പുതിയ നിയമത്തിൽ വായിലേക്ക് ഈ പുരോഹിതൻ വെച്ച് കൊടുക്കുന്നത്. അപ്പം അവന് അത് അന്ന് കൊടുക്കാതിരുന്നതിന്റെ കാരണം എന്ത് കൊടുക്കുന്നില്ല ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സാബുബ്രദറിന്റെ കൺസേൺ എന്തായിരുന്നു? ഇപ്പൊ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് അറിയുക എന്നുള്ളത് എന്റെ അഭിപ്രായത്തിൽ, മൈ കൺസെപ്റ്റ്, മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച ലഭിക്കുക എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് എ ഫോളൻ നേച്ചർ, ഇറ്റ് ഇസ് എ ബ്ലെസ്സിംഗ് ഫ്രം ഗോഡ്. ഓക്കെ, അതും ആ അവിടുത്തെ ദൈവം തന്നെ സൃഷ്ടിച്ച ഫലത്തുനിന്ന് കഴിച്ചുകൊണ്ടാണ്. ഇപ്പൊ ദൈവത്തിന്റെ കൺസേൺ എന്താണ്? ഇപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താണ്? ഈ ഫോളൻ നേച്ചറിൽ നിന്ന് അവൻ പ്രൈഡ് മാറ്റിവെച്ച് എന്താവുക, നിത്യനാവുക, അമർത്യനാവുക എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യവും. അതിനുള്ള സൊല്യൂഷൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. വൈ ഹി ബ്ലോക്ക്ഡ് ഇറ്റ്? അത് പറഞ്ഞിട്ട് ബ്രദർ എന്താണത് മനസ്സിലാക്കാത്തത്? സൊല്യൂഷൻ ഇല്ല. സോറി ഇപ്പൊ എടുക്കുന്നില്ല, ബഹളം വെക്കരുത്. ഐ എം വെരി ടോക്കിംഗ് ഫ്രണ്ട്ലി ടു സാബു. സാബു ഇസ് റെസ്പെക്ടിങ് മീ, ഐ എം റെസ്പെക്ടിങ് ഹിം. നമ്മൾ മോശമായിട്ടൊന്നും പോയിട്ടില്ലല്ലോ. അപ്പൊ ഓടിക്കേറി ഒന്ന് മൈക്ക് എടുക്കേണ്ട ആവശ്യം എന്താണ്? ജസ്റ്റ് കീപ് ക്വയറ്റ്. നബീൽ ബ്രദറെ, ഞാൻ പറഞ്ഞത് താങ്കൾ കേട്ടോന്ന് എനിക്കറിയത്തില്ല. എന്തുകൊണ്ട് അമർത്യതയിലേക്ക് വിടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ദൈവത്തിന് ഉണ്ടായിരുന്നിട്ട് ദൈവം അതിനെ ഒരു ലോക്ക് ചെയ്ത് കെരൂബുകൾ കൊണ്ട് ഉണ്ടാക്കി എന്നുള്ള ഞാൻ അതിന് പറഞ്ഞ ആൻസർ താങ്കളത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഡിസൊബീഡിയൻസ് സംഭവിച്ചതായ ഒരു പാപാവസ്ഥയില് ഈ പറയുന്ന അമർത്യതയുടെ ഫലം അവൻ കഴിച്ചിരുന്നുവെങ്കിൽ അവൻ
ഒരു കാലത്തും രക്ഷപ്പെടാത്ത രീതിയിൽ അന്ധമായ പാപത്തിന്റെ അടിയിൽ, അത് ദൈവത്തിന്റെ ഒരു ജസ്റ്റിസ് ആണ്. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അവൻ കഴിക്കാതിരിക്കുന്നതിന് വേണ്ടി കുരൂപുകളെ കൊണ്ട്, വാളുകൾ കൊണ്ട് മാറ്റി, അത് അടച്ചു മാറ്റി എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യൻ തിയോളജി, അവർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് സാബു ബ്രദർ പറയുന്നത് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ആ അറിവ് കിട്ടി ആ അവസ്ഥയിൽ അമർത്തിനാകാൻ പാടില്ല എന്നല്ലേ? അങ്ങനെ അതെ, അവൻ പാപാവസ്ഥയില് ആയ സ്ഥിതിക്ക് പിന്നെ അവന് ഓക്കെ, ഈ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ അറിവ് കിട്ടി, അത് തിരിച്ചു കൊണ്ടുപോകാൻ, അത് തിരിച്ച് പൂർവാവസ്ഥയിലാക്കാൻ ദൈവത്തിന് പറ്റൂലേ? സർവ്വസാധ്യമാണല്ലോ. സാധിക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതും വിത്തിൻ സെക്കൻഡ്സ് അത് കഴിഞ്ഞാൽ അപ്പത്തിന് അമർത്തിനാകാൻ ഫലം കൊടുക്കാലോ. പിന്നെ എന്തിനാ തടഞ്ഞത്? എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ബ്രദറെ, യു മേ നോട്ട് ഗെറ്റ് എ സാറ്റിസ്ഫാക്ടറി ആൻസർ. അങ്ങനെയാണെങ്കിൽ പ്രൈഡ് കാണിച്ചതായ ഏഞ്ചൽസിനെ ദൈവത്തിന് മേൽ നശിപ്പിക്കാമായിരുന്നു. ഈ ഇതെല്ലാം എന്തുകൊണ്ടെന്നൊരു ചോദ്യമുണ്ട്. ഐ കനോട്ട് ആൻസർ യു വൈ. അത് ദൈവത്തോട് തന്നെ ചോദിക്കണം, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്തു കൂടെ എന്നുള്ളത് താങ്കളുടെ ഒരു ലോജിക്കിൽ നിന്ന് വരുന്നതാണ്. ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. എനിക്കും മാസ്റ്റർ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതികളെ, അവന്റെ അവന്റെ എന്താ പറയാ, ഈ സൃഷ്ടി സംഹാര വ്യവസ്ഥകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് അത്ര വിശാലമായിട്ട് നമുക്ക് പോകാൻ പറ്റില്ലെങ്കിലും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഒരു സൈഡിൽ നന്മ തിന്മകളെ തിരിച്ചറിവ് അവർക്കില്ല. നോട്ട് ഓൺ ദ പോയിന്റ്. രണ്ടാമത്തെ, അവർക്ക് നന്മ എന്തെന്ന് തിന്മ എന്തെന്ന് അറിയാത്ത അവസ്ഥയിൽ അവർക്ക് കൽപ്പന കൊടുക്കുന്നു, കഴിക്കരുത് എന്ന്. ഈ നന്മയും തിന്മയും എന്താണെന്ന് അറിയാത്ത ഈ ഭാര്യയും ഭർത്താവും അവർ കഴിച്ചാൽ അത് തിന്മയാണെന്നും കഴിച്ചില്ലെങ്കിൽ നന്മയാണെന്നുള്ള കാര്യം അവർക്കറിയില്ല. അവർ കഴിച്ചു. ഇത് കഴിച്ചതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവർക്ക് ഉൾക്കാഴ്ച ലഭിക്കുകയാണ്, നന്മയും തിന്മയും തിരിച്ചറിയുകയാണ്. അതിനെക്കുറിച്ച് സാബു ബ്രദർ പറയുന്നത് അതൊരു ഫോളൻ നേച്ചറാണ്. ആ ഫോളൻ നേച്ചറെ തിരിച്ച് പൂർവാവസ്ഥയിലാക്കാൻ ദൈവത്തിന് സാധ്യമാണ്. പക്ഷെ അവിടെയും ചെയ്യുന്നത് എന്താണ്? പൂർവാവസ്ഥയിലാക്കുക അല്ല മാത്രം ചെയ്തില്ല, ആ അമർത്യനായുള്ള ഫലം കൂടി ഈ തെരുവുകൾ നിർത്തി ബ്ലോക്ക് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങളുടെ ലോജിക്കിൽ നിന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല, ഐ കനോട്ട് എക്സ്പ്ലെയിൻ എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് എന്താ പറയാ, ദൈവത്തിന്റെ പറഞ്ഞ ആ വിഷയത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയത്തെ നിങ്ങൾ യേശുവിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ആ മൊത്തം സിസ്റ്റത്തെ ആ തുടക്കത്തിൽ തന്നെ യു ആർ മേക്കിംഗ് ഇറ്റ് ആൾട്ടർലി കോംപ്ലക്സ്. വളരെ കോംപ്ലക്സ് ആക്കിയിട്ട് യേശുവിനെ കുരിശ് മരണത്തെ കൊണ്ട് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എക്സ്പാൻഡ് ചെയ്തെടുക്കപ്പെടുന്ന ഒരു തിയോളജിയാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് സാബു ബ്രദർക്ക് ആ വിഷയത്തിൽ ഇവിടെ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഐ കാണ്ട് എക്സ്പ്ലെയിൻ എന്ന് പറയേണ്ടി വരുന്നത്. ബ്രദറെ, എനിക്ക് എന്റെ ഐഡിയാസ് ഒക്കെ പറയാം കേട്ടോ, ലോജിക്കായിട്ട്. അങ്ങനെ ദൈവത്തിന് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ. ഞാനൊരു ക്രിസ്ത്യൻ എന്ന നിലയിൽ ക്രിസ്ത്യൻ തിയോളജിയിൽ നിന്നുകൊണ്ടേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. താങ്കള് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. എന്റെ ശരീരം കഴിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പൊ ഈ നിത്യജീവനെ പറ്റിയുള്ളതായ അണ്ടർസ്റ്റാൻഡിങ് ഈ ഫലവുമായി ബന്ധപ്പെട്ടാണ് തിയോളജിയൻസ് എഴുതിയിരിക്കുന്നത്. കാരണം ഇത് 6000 വർഷങ്ങൾക്ക് സംഭവിച്ചാലും ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നാണ് പറയുന്നത്. ദൈവത്തിന് പാസ്റ്റ് ടെൻസോ പ്രസന്റ് ടെൻസോ ഫ്യൂച്ചർ ടെൻസോ ഇല്ല. ടൈം ഈസ് ബിയോണ്ട്, ഗോഡ് ഈസ് ബിയോണ്ട് ടൈം, സ്പേസ് ആൻഡ് നമ്പർ. അപ്പൊ ആ ഒരു തിയോളജിയിൽ നിന്നുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. യേശുക്രിസ്തുവിന്റെ വായിൽ നിന്നാണ് ഈ വാക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, എന്റെ ചാപ്റ്റർ അതിനകത്ത് പറയുന്നത്, ഞാൻ നിത്യജീവനാകുന്നു, എന്റെ ശരീരം കഴിക്കുന്നവന് നിത്യജീവനുണ്ട്. അതാണ് ക്രിസ്ത്യൻ തിയോളജി. താങ്കൾക്കത് ഡിസഗ്രി ചെയ്യാം, യു ഡോണ്ട് നീഡ് ടു എഗ്രി വിത്ത് ദാറ്റ്. ഞാനത് ഘടിപ്പിക്കുകയല്ല ചെയ്യുന്നത്, യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വന്ന ഭാഗമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തില് ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും ആ രീതിയിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അതിനെ ആദാമിന്റെ ആ ഏദൻ തോട്ടത്തിൽ നടന്ന വയലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും ഈ യൂക്രിസ്ത്യൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. താങ്കൾക്കത് ഡിസഗ്രി ചെയ്യാം, ബട്ട് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. നമുക്ക് മറ്റാർക്കും സംസാരിക്കണം. ഞങ്ങൾ
സാബു ബ്രദർ എക്സോസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഞാന് 2-3 മണിക്കൂറായി. നടക്കുവാണ്. എനിക്കൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്. ഐ ഹാവ് മൈ വോയിസ് തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പ്രശ്നം. അതുകൊണ്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ എന്റെ ഐഡിയാസ് പറഞ്ഞു. ഇപ്പൊ ഒരു 3 മണിക്കൂറോളമായി ഞാൻ ഇവിടെ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. സോ ഐ വിൽ ലിസൺ. നിങ്ങൾ ഒത്തിരി എക്സോസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ പ്രശ്നം എനിക്ക് താല്പര്യമില്ല. ഓക്കെ, കുഴപ്പമില്ല. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇത് ഒഫൻസീവ് ആയിട്ട് എടുക്കരുത്. ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ. ഞാൻ സ്വമേധയ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ് എന്നാണ് യേശു പറഞ്ഞത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്നല്ല അവിടെ. നമ്മളെ കൂടുതൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടി, അദ്ദേഹം ഓൾറെഡി എക്സോസ്റ്റഡ് ആയി. അദ്ദേഹം നല്ലൊരു ആർസിയാണ്, നല്ല രീതിയിൽ സംസാരിച്ചത്. കുറെ നേരം സംസാരിക്കുന്നത്. എന്തായാലും വളരെ മാന്യമായിട്ടാണ് ആള് സംസാരിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങനെ ആയിരിക്കണം. 33